സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ, ഇവനെ അറിയില്ല, ഇവനാണ് കരവിരുതൻ. കദളിപ്പഴത്തിന് തൊലി കളയാതെ തിന്നിട്ട് കുംഭമേളയിൽ പോയി കോടാലി വെച്ച് കസർത്ത് കാണിക്കുമായിരുന്നു മുന്നേ. അതങ്ങ് പണ്ടാണ്. പക്ഷെ ഇപ്പൊ അവൻ പാചകപ്പുരിലെ പിന്നാമ്പുറത്തിരുന്ന് പാത്രങ്ങൾക്ക് പൊതുമാപ്പ് കൊടുക്കലാണ് പണി. ഇവനൊരു ഒന്നൊന്നര ഫ്യൂഡൽ മാടാണ്. ഇവന്റെ കരം കഴപ്പ് ഏൽക്കാതെ മാറി നിന്ന രണ്ട് പാത്രത്തെ, ഒരു തവിയെ, ഒരു കിണ്ണത്തെ ഇവൻ ചൂടുവെള്ളത്തിൽ മുക്കിയെന്നാണ് അറിയാൻ പറ്റിയ. ഒന്നുകിൽ ഒരു തൊഴി അല്ലെങ്കിൽ രണ്ട് ഇഡ്ഡലി, അതാണ് ഇവരുടെ മൊഴി. മണ്ണിനോട് ചേർന്നിരുന്ന് കഴിക്കണം, മണ്ണിന്റെ മണമുള്ള ഭക്ഷണം. കഴിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. എന്റെ കണ്ണിനാണ് കുരുടി, എന്റെ നാവിനാണ് വിലക്ക്. ഞാൻ പാത്തതേ പറയൂ. വേണേലെടുക്കാം, ഇല്ലെങ്കിൽ വിടാം. വിവരം വെക്കട്ടെ ജനങ്ങൾക്ക്. ഇനി പറയാം, അത് വേറെ രാജ്യം, ഇത് വേറെ രാജ്യം. മനുഷ്യരെന്നതൊരു ഒറ്റ സമൂഹമാണ്. ശരിയാണ്, വേർതിരിവൊക്കെ ഉണ്ട്. പക്ഷെ വിമർശനത്തിന്റെ വ്യാപ്തി വാനോളമാണ്. അതിന് വിനാശകരമായ ഒരു ശക്തിയുമുണ്ട്. മരണ വീട്ടിൽ ആരടാ പറയാതെ മയ്യൻ ചുമന്നോണ്ട് പോണ? അല്ല, അവൻ അതാണല്ലോ ശീലം എടുത്തു പൊക്കി. ആ ബക്കറ്റിലാണ് മരിപ്പിക്കാനുള്ള മരുന്ന്. മണം കയറിയാൽ മതി, മയ്യത്തുറപ്പ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഇതൊക്കെ എങ്ങനെ വിൽക്കുന്നു, ഇതൊക്കെ എങ്ങനെ വാങ്ങുന്നു. പിന്നെ എന്ത് പറയാൻ, ഓർമ്മയില്ലാത്ത രണ്ടുപേരെ ഓപ്പോസിറ്റ് ഇരുത്തി ഒരു അപ്പം തിന്നാൻ കൊടുത്ത അവന്മാര് വെള്ളം ചോദിക്കും, എന്നിട്ട് വെള്ളം തിന്നിട്ട് അപ്പം കുടിക്കും. അത്രേ ഉള്ളൂ ഇതിന്റെ ലോജിക്ക്. അപ്പൊ ശരി.